Hello friends, welcome back to my channel SNY Brothers Media. Friends, ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ 4 ഷോർട്സ് ആയിരുന്നു ചെയ്ത്. പിന്നെ കഴിഞ്ഞ കൊല്ലത്തിലാണ് അവസാനമായിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് വീഡിയോ ചെയ്യാതിരുന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു നോട്ട് കൊണ്ടാണ്. ആ നോട്ടിന്റെ പേര് ഡോങ് എന്നാണ്. അത് വിയറ്റ്നാം ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന നോട്ടാണ്. ഇതാണ് അവിടുത്തെ 1000 രൂപയുടെ നോട്ട്. ഇതില് നമ്മുടെ ഗാന്ധിജി പോലുള്ള ഒരു വ്യക്തി ഉണ്ട്. അതിന്റെ പുറകിലാണെങ്കിൽ ആനയുണ്ട്, പിന്നെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ എഴുതിയിരിക്കുന്നുണ്ടല്ലേ മോഡ്ഗിൻ ഡോങ്, എനിക്ക് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് അറിയില്ല. അതാണ് അവിടുത്തെ 1000 രൂപയുടെ നമ്മുടെ 1000 റുപ്പീസിന് അവരവിടെ പറയുന്നത് മോഡ്ഗിൻ ഡോങ് എന്നാണ്. ഈ സൈഡിൽ കാണാല്ലേ, ഈ സൈഡിൽ കാണുന്നതാണ് 1000 രൂപ മുതൽ. അവിടുത്തെ നോട്ട് തുടങ്ങുന്നത് 1000 രൂപ മുതലാണ്. അത് തുടങ്ങി 5 ലക്ഷം രൂപ വരെയുള്ള നോട്ടുണ്ട് അവിടെ. പിന്നെ ഇതാണ് അവിടുത്തെ 2000 രൂപ. കണ്ടോ, ഈ 2 നോട്ടും ഈ 1000 2000 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വളരെ തിന്നായിട്ടുള്ള പേപ്പറാണ്. നമ്മുടെ നോട്ടിന്റെ അത്ര കട്ടി, ഇപ്പൊ ഏകദേശം നമ്മുടെ നോട്ട് അത്ര കട്ടിയൊക്കെ തന്നെ ഉള്ളൂ. ഇതില് അടുത്തേല് കണ്ടില്ലേ 2000 രൂപയാണ് അവിടെ പറയുന്നത് ഹായ് നിതിൻ ഡോങ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ആദ്യമേ പറഞ്ഞ പോലെ പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് അറിയില്ല. എല്ലാ നോട്ടിലും നമ്മുടെ പോലെ തന്നെ, നമ്മുടെ ഗാന്ധിജി പോലെ തന്നെ ഒരു വ്യക്തിയുണ്ട്. കണ്ടില്ലേ താഴത്തോണ്ട്. പിന്നെയുള്ള എൻ്റെ കയ്യിലുള്ളത് 50,000 രൂപയുടെ നോട്ടാണ്. കണ്ടു. പക്ഷെ ഇതിലെല്ലാം കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ നോട്ടിന്റെ ഇടയിൽ ഒരു ഹോളൊക്കെ ഉണ്ടില്ല. ഹോളല്ല, അത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെയാണ്. 50,000 രൂപ എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇച്ചിരി പ്ലാസ്റ്റിക് രീതിയിലുള്ള ഒരു നോട്ടാട്ടാ. ഇത് പിടിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം അറിയുന്നത്. മറ്റു 2 പേപ്പർ പോലെയാണെങ്കിൽ ഇത് ഇച്ചിരി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുകൂടി കോട്ടിങ് ഉള്ള പോലത്തെ ഒരു പേപ്പറാണ് ഈ കറൻസിക്ക് വന്നേക്കണേ. പിന്നെ ഒരു കോമഡി, ആദ്യം പറഞ്ഞ കോമഡി എന്ന് പറഞ്ഞില്ലേ, കോമഡി എന്ന് വെച്ചാല് ഈ നോട്ടില് ഈ ഒരു നോട്ടിൽ നിന്നല്ല, അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 1 രൂപ അവിടുത്തെ 300 രൂപയാണ്. അത്രയ്ക്ക് വാല്യൂ ആണ് നമ്മുടെ ഇന്ത്യൻ റുപ്പി അവിടേക്കായിട്ട്. പക്ഷെ ഈ ഇപ്പോ ആകെ ബാക്കി 3 നോട്ടുള്ളൂ. ഒന്ന് 50,000, ഒന്ന് 2000, പിന്നെ ഒരു 1000. അപ്പൊ ടോട്ടൽ 53,000 രൂപ. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കാകെ 162 രൂപ കിട്ടുള്ളൂ. ഈ നോട്ട് നമ്മൾ ചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ അവിടുത്തെ നോട്ടായിട്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ കുറെ പൈസ കിട്ടും. അതാണ് അവിടുത്തെ നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം, നോട്ടിന്റെ വാല്യൂ. പിന്നെയുള്ളത് എന്താ പറയാ, അവിടെ സാധനങ്ങൾക്ക് അതിനനുസരിച്ച് വില കൂടുതലാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കൂടെ ഉള്ള ഒരു ചേട്ടൻ തന്നാണ്. ആ ചേട്ടൻ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തന്ന നോട്ടുകളാണ്. അപ്പൊ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പോൾ എൻ്റെ ഫാമിലി ആയിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അതൊന്ന് കാണിച്ചു തരാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇനി അങ്ങോട്ട് കൂടുതലും കാറിന്റെ വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ കമ്പനി കയറി വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ ഞാൻ. ഇനി അങ്ങോട്ട് കാറിന് പരിചയമായിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യും. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടാവും. ആകെ പ്രശ്നങ്ങളാണ് എവിടെ നോക്കിയാലും. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മെ കൊണ്ടാവുന്ന വിധം നമുക്ക് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.